IPL മത്സരങ്ങൾ ക്രിക്കറ്റ് ലോകത്ത് എപ്പോഴും ആവേശം പകരുന്ന ഒന്നു തന്നെയാണ്. അതിൽ മലയാളിയായ സഞ്ജു സാംസന്റെ വാർത്ത വരുമ്പോൾ പലപ്പോഴും സോഷ്യൽ മീഡിയയിലും ആരാധകർ അവരുടേതായ അഭിപ്രായങ്ങളും രേഖപ്പെടുത്താറുണ്ട്. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളിലായി സഞ്ജു സാംസനെ ചൊല്ലിയുള്ള ചില ചോദ്യങ്ങളും സംശയങ്ങളുമാണ് ഇപ്പോൾ ഉയരുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ IPL സീസണിൽ സഞ്ജുവിനും രാജസ്ഥാൻ റോയൽസിനും സംബന്ധിച്ച് അത്ര മികച്ച ഒരു സമയമായിരുന്നില്ല. സഞ്ജുവിന് തുടക്കം മുതലേ പിഴച്ചത് നാം കണ്ടിരുന്നു. പരിക്കിന്റെ പിടിയിൽ അകപ്പെട്ട താരത്തിന് പല നിർണായക മത്സരങ്ങളും നഷ്ടമാകുന്നതാണ് കണ്ടത്. അതുകൂടാതെ ഹെഡ് കോച്ച് രാഹുൽ ദ്രാവിഡുമായും ടീം മാനേജ്മെന്റുമായും സഞ്ജുവിന്റെ ബന്ധം അല്പം ഉലച്ചിലാണെന്ന രീതിയിലും വാർത്തകളും കായിക ലോകത്ത് പടർന്നുപിടിച്ചു. അടുത്ത സീസണിൽ സഞ്ജു രാജസ്ഥാൻ വിടുമെന്ന രീതിയിൽ വരെ അത് നീങ്ങി. എന്നാൽ ഇത്തരം വാർത്തകൾ പുറത്തുവരുന്നത് കേട്ടുനിൽക്കുന്നത് കുറെ നാളുകളേറെയായി. അതിനിടയിലാണ് സഞ്ജു ഇനി ചെന്നൈയിലേക്കോ എന്ന ചോദ്യം ഉയരുന്നത്. അതെ, MS ധോണി വിരമിക്കുമ്പോൾ ചെന്നൈയിലേക്ക് സഞ്ജു എത്തുമെന്ന രീതിയിലും ഇപ്പോൾ ചർച്ചകൾ പ്രചരിക്കുന്നുണ്ട്. മാത്രമല്ല, ചില ഔദ്യോഗിക പ്രതികരണങ്ങളും അതുമായി ബന്ധപ്പെട്ടാണ് പുറത്തുവരുന്നത്. സഞ്ജുവിൽ തങ്ങൾക്ക് താൽപര്യമുണ്ടെന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് അധികൃതർ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നതായും റിപ്പോർട്ടുകൾ വരുന്നു. എന്നാൽ ഇത് സംബന്ധിച്ച് ഔദ്യോഗികമായോ രാജസ്ഥാൻ റോയൽസുമായോ ഒരു ആശയവിനിമയം നടന്നിട്ടില്ല എന്നത് തന്നെയാണ് വ്യക്തമാകുന്നത്. രാജസ്ഥാന് വേണ്ടി 18 കോടി രൂപയായിരുന്നു സഞ്ജു പ്രതിഫലമായി വാങ്ങിച്ചത്. എന്നാൽ രാജസ്ഥാനിൽ നിന്നും ചെന്നൈയിലേക്ക് സഞ്ജുവിനെ സ്വന്തമാക്കണമെങ്കിൽ മറ്റൊരു താരത്തെ തിരികെ നൽകുകയും വേണം. അങ്ങനെയൊരു നീക്കം വന്നാൽ അത് ഏത് താരത്തെ ആയിരിക്കുമെന്നും ചർച്ചകൾ നടക്കുന്നുണ്ട്. രാജസ്ഥാന് സഞ്ജുവിനു പകരം ആരാകുമെന്ന ചോദ്യവും ഉയരുന്നുണ്ട്. രാജസ്ഥാൻ കൂടി അംഗീകരിക്കുന്ന ഒരു എക്സ്ചേഞ്ച് ആണെങ്കിൽ ആ സാധ്യത നിലവിലെ ക്യാപ്റ്റൻ ഋതുരാജിന് വേണ്ടിയായിരിക്കും. എന്നാൽ ഗെയ്ക്വാദിനെ ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നത് ദീർഘകാല ലക്ഷ്യങ്ങൾ മുൻനിർത്തിയെന്നാണ് സ്റ്റീഫൻ പലപ്പോഴായി പറഞ്ഞതും നാം കേട്ടിട്ടുണ്ട്. അതിനിടയിൽ IPLിലെ അണിയറക്കഥകൾ വേറെയും ചൂടുപിടിച്ചു നടക്കുന്നുണ്ട്. ചെന്നൈ സൂപ്പർ കിങ്സ് മാത്രമല്ല, മലയാളി താരമായ സഞ്ജു സാംസനെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അതെ, മറ്റ് 2 ടീമുകൾ കൂടി സഞ്ജുവിന് വേണ്ടി ചരടുവലികൾ അണിയറയിൽ നടത്തുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. നമുക്കറിയാം, IPLിൽ സഞ്ജു സാംസന് മികച്ച അവസരങ്ങൾ നൽകിയത് രാജസ്ഥാൻ റോയൽസ് തന്നെയാണ്. വളരെ പെട്ടെന്ന് തന്നെ ടീമിന്റെ ക്യാപ്റ്റൻ സ്ഥാനത്തെത്താനും സഞ്ജുവിന് ഇതിലൂടെ സാധിച്ചു. കൂടാതെ സഞ്ജുവിനെ ഒരു വികാരമായിട്ടായിരുന്നു രാജസ്ഥാൻ അവരുടെ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം പ്രതിഷ്ഠിച്ചതും. ഇനി സഞ്ജുവിന്റെ തീരുമാനം എന്താകുമെന്നതും കായിക ലോകം ഉറ്റുനോക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. സ്പോർട്സ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.